കേരളം ഒരിക്കൽ കൂടി രാജ്യത്തിന് മാതൃകയാകുന്നു. നമ്മുടെ വാട്ടർ മെട്രോ ഇതാ ഇനി മട്ടാഞ്ചേരിയിലേക്കും വെല്ലിംഗ്ടൺ ഐലൻഡിലേക്കും നീളുകയാണ്. നാളെ മുഖ്യമന്ത്രി അത് നാടിന് സമർപ്പിക്കുകയും ചെയ്യും. നമുക്ക് അതിന്റെ വിശേഷ കാഴ്ചകൾ ഒന്ന് കണ്ടാലോ? കൊച്ചിയിലെ പുതിയ വാട്ടർ മെട്രോ ടെർമിനലുകൾ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. മട്ടാഞ്ചേരി വെല്ലിംഗ്ടൺ ഐലൻഡ് ടെർമിനലുകളാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുക. ഫോർട്ട് കൊച്ചിക്ക് പിന്നാലെ മട്ടാഞ്ചേരി ഐലൻഡ് എന്നിവിടങ്ങളിലേക്ക് കൂടി വാട്ടർ മെട്രോ എത്തുന്നത് കൊച്ചിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയ കുതിപ്പേകും. കൊച്ചിയിൽ നിന്നും KM ഉമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പൈതൃക നഗരമായ പശ്ചിമ കൊച്ചിയിലേക്കുള്ള വിനോദസഞ്ചാര കവാടമായി മാറാൻ 2 വാട്ടർ മെട്രോ ടെർമിനലുകൾ കൂടി തയ്യാറായിരിക്കുകയാണ്. മട്ടാഞ്ചേരിയും വെല്ലിംഗ്ടൺ ഐലൻഡും. ഈ 2 ടെർമിനലുകളും ശനിയാഴ്ച മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും. കാണാം ടെർമിനലിനകത്തെ കാഴ്ചകൾ. $38 കോടി ചെലവിലാണ് ഈ മട്ടാഞ്ചേരി വെല്ലിംഗ്ടൺ ഐലൻഡ് ടെർമിനലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഡച്ച് പാലസിൻ്റെ വെളിപ്പാടകലെയുള്ള ഈ മട്ടാഞ്ചേരി ടെർമിനൽ ഏതാണ്ട് 8000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വെല്ലിംഗ്ടൺ ഐലൻഡ് ടെർമിനലാകട്ടെ 3000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. പൈതൃക സമ്പത്ത് സംരക്ഷണത്തിൻ്റെ ഭാഗമായി ഈ 2 ടെർമിനലുകളും പൂർണ്ണമായും വെള്ളത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. വൃക്ഷങ്ങളും പച്ചപ്പും ഒക്കെ അതേപടി നിലനിർത്തിയിരിക്കുകയാണ്. ഈ മട്ടാഞ്ചേരിയിലെയും വെല്ലിംഗ്ടൺ ഐലൻഡിൻ്റെയും ചരിത്ര പൈതൃകത്തിന് ചേർന്ന നിർമ്മാണ രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. 2 പ്രദേശത്തെയും വാണിജ്യ, ബിസിനസ്, ടൂറിസം വികസനത്തിനും വാട്ടർ മെട്രോയുടെ വരവ് ഊർജം പകരും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. വിനോദസഞ്ചാരത്തോടൊപ്പം തദ്ദേശീയരുടെ ദൈനംദിന യാത്രാ ആവശ്യങ്ങൾക്കും ഏറെ ഗുണകരമാകുന്നതാണ് ഈ പുതിയ 2 ടെർമിനലുകളിലേക്കുള്ള മെട്രോ യാത്ര. സർവീസ് തുടങ്ങി ആദ്യത്തെ 107 ദിവസം കൊണ്ട് 10 ലക്ഷം യാത്രക്കാരെ സ്വന്തമാക്കിയ ജലമെട്രോ അടുത്ത 95 ദിവസം കൊണ്ട് യാത്രക്കാരുടെ എണ്ണം 20 ലക്ഷമാക്കി. പിന്നീടുള്ള 185 ദിവസം കൊണ്ട് യാത്രക്കാരുടെ എണ്ണം 30 ലക്ഷവും 160 ദിവസം കൊണ്ട് 40 ലക്ഷവുമായി മാറി. തുടർന്നുള്ള 161 ദിവസം കൊണ്ട് 50 ലക്ഷവും പിന്നിട്ടാണ് പുതിയ റെക്കോർഡുകൾ ലക്ഷ്യമിട്ട് മട്ടാഞ്ചേരിക്ക് യാത്രയാകുന്നത്. സ്വന്തം നാട്ടിലേക്ക് ജലമെട്രോ എത്തുന്നതിൻ്റെ സന്തോഷത്തിലാണ് നാട്ടുകാരും. അപ്പോൾ ശനിയാഴ്ച ഓപ്പൺ എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. മെട്രോ ഉണ്ടെങ്കിൽ പിന്നെ അല്ലേ മെട്രോ ഉണ്ടെങ്കിൽ ഏത് സമയത്ത് നമുക്ക് ഇപ്പോൾ എറണാകുളത്തേക്ക് പോകാനുള്ള നല്ലൊരു സംവിധാനമായിരുന്നു. ഇനി മെട്രോയിൽ കയറി പോകാം അല്ലേ, കാഴ്ചകൾ. ഇനി അടുത്ത പോലെ ഞാൻ എങ്ങനെ ആക്കാമെന്ന് കരുതുന്നു. സ്വന്തം നാട്ടിലേക്കാണല്ലോ മെട്രോ വരുന്നത്. സന്തോഷം. ഇപ്പോൾ ആളുകൾ ഇങ്ങനെ ബസ്സിൽ അങ്ങനെയല്ലേ പോകണം. അപ്പോൾ ഇനി കൂടുതലായിട്ട് ഇവിടേക്ക് ആൾക്കാർ വരും അല്ലേ, കടയിലേക്കൊക്കെ വരും. അങ്ങനെ പ്രതീക്ഷ. മട്ടാഞ്ചേരി വെല്ലിംഗ്ടൺ ഐലൻഡ് ടെർമിനലുകൾ യാഥാർത്ഥ്യമായതോടെ ആകെ ജലമെട്രോ ടെർമിനലുകളുടെ എണ്ണം 12ആയി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ ടെർമിനൽ പ്രവർത്തനം ആരംഭിച്ചതിന് പിന്നാലെയാണ് കേരളത്തിൻ്റെ സ്വന്തം ജലമെട്രോ ഈ മട്ടാഞ്ചേരി വെല്ലിംഗ്ടൺ ഐലൻഡ് മെട്രോ ടെർമിനലുകളിലേക്ക് കൂടി ശനിയാഴ്ച മുതൽ ഓടിയെത്തുന്നത്. ഇതോടെ വിദേശത്തെയും ആഭ്യന്തര വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട പൈതൃക നഗരങ്ങളിലേക്കുള്ള വഴിയും വാതിലുമൊക്കെയായി ഈ ടെർമിനലുകൾ മാറാൻ പോവുകയാണ്. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ PK സജീവനൊപ്പം KM ഉമേഷ്, കൈരളി ന്യൂസ്.